Good morning, all. Good morning. Good morning, ma'am. കഴിഞ്ഞ ദിവസം എടുത്തത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? ഇത് ചെയ്യുന്നുമില്ലാത്തെ ഓക്കെ ആണോ? ഇവിടെ വരെ അല്ലേ എടുത്തേ? ലോജിസ്റ്റിക് പ്ലാനിങ് അല്ലേ എടുത്തേ? അത് കംപ്ലീറ്റ് ആയല്ലോ. ഫിനാൻഷ്യൽ പ്ലാനിങ് വരെ അല്ലേ? ഇവിടെ വരെ അല്ലേ എടുത്തേ മിസ്? ഓക്കെ, ബാക്കി എടുക്കാം നമുക്ക്. ഡിസാസ്റ്റർ ഫേസ് നമ്മൾ പറഞ്ഞു. ഡിസാസ്റ്ററിനെ നമ്മൾ 3 ഫേസുകളായി തിരിക്കുന്നുണ്ട് അല്ലെ? പ്രീ ഡിസാസ്റ്റർ ഫേസ്, ഡിസാസ്റ്റർ ഫേസ്, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. പ്രീ ഡിസാസ്റ്റർ ഫേസിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? പ്രീ ഡിസാസ്റ്റർ ഫേസിൽ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഹോസ്പിറ്റലിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? അതിനു വേണ്ട പ്ലാനിങ്ങുകൾ ചെയ്യാം അല്ലെ, ആസൂത്രണം ചെയ്യാം. അതിനുവേണ്ടി ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ, എമർജൻസി മാനേജ്മെന്റ് പ്ലാൻ തയ്യാറാക്കുക. എന്നിട്ട് ആ ഒരു എമർജൻസി അവർ തയ്യാറാക്കിയ എമർജൻസി മാനേജ്മെന്റ് പ്ലാന് എല്ലാ ഏരിയയിലേക്കും അല്ലെ, ഹോസ്പിറ്റൽ നമുക്കറിയാം പലതരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ്, പലതരത്തിലുള്ള ഫെസിലിറ്റീസ്, ഏരിയാസ് ഉണ്ട് അല്ലെ. അപ്പൊ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും ഈ ഒരു എമർജൻസി റെസ്പോൺസ് എമർജൻസി പ്ലാന് പ്രിന്റ് കൊടുക്കുക അല്ലെ. അവർ ഏതൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ, അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എന്താണ് എന്നൊക്കെ അടങ്ങുന്ന ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുക, നൽകുക. പിന്നെ എന്താണ്, ആ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിനനുസരിച്ച് എന്ത് കൊടുക്കണം? അവിടെയുള്ള സ്റ്റാഫുകൾക്ക് ട്രെയിനിങ്ങുകൾ കൊടുക്കണം അല്ലെ. ഓറിയന്റേഷൻ ട്രെയിനിങ്ങുകൾ, മോക്ക് ഡ്രില്ലുകൾ പ്രൊവൈഡ് ചെയ്യുക അല്ലെ. അങ്ങനെ അവർക്ക് എന്താണ്, ആ ട്രെയിനിങ്ങുകൾ കൊടുത്ത് അവരുടെ കേപ്പബിലിറ്റീസും അവരുടെ സ്കില്ലുകളും വർദ്ധിപ്പിക്കുക അല്ലെ. അവർക്ക് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ, അവരുടെ ഡ്യൂട്ടീസ് എഫിഷ്യന്റ് ആയി അല്ലെ, കാര്യക്ഷമമായി ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് അതിനു വേണ്ട ട്രെയിനിങ്ങുകൾ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് എന്താണ് പറഞ്ഞത്? പ്രീ ഡിസാസ്റ്റർ ഫേസിലാണ് പറഞ്ഞേ. നെക്സ്റ്റ് എന്താ മിസ് പറഞ്ഞത്? ട്രെയിനിങ് കൊടുക്കുക, പ്ലാൻ തയ്യാറാക്കുക, ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റി രൂപീകരിക്കുക അല്ലെ, ആണോ? എന്നിട്ട് അതിൽ ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് അല്ലെ? ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നുണ്ട് അല്ലെ? അവരുടെ ഡ്യൂട്ടീസ് എന്താണ് അല്ലെ, ആണോ? പിന്നെ എന്താണ്, ഇൻസിഡന്റ് സ്റ്റാഫുകൾ പറയുന്നുണ്ട് അല്ലെ. ഒരു ഇൻസിഡന്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രതികരിക്കുന്നതിന് വേണ്ടി ഇൻസിഡന്റ് സ്റ്റാഫുകളെ അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലെ, തിരഞ്ഞെടുക്കുന്നുണ്ട്. ആ ഓരോ ഇൻസിഡന്റ് സ്റ്റാഫുകളുടെയും റെസ്പോൺസിബിലിറ്റീസ്, അവർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ പറയുന്നു. പിന്നെ എന്താ പറഞ്ഞേ? ഈ ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ
ജോബ് പ്രിപ്പറേഷൻ കാർഡുകൾ തയ്യാറാക്കുന്നുണ്ട് അല്ലെ. ഓരോരുത്തർക്കും ജോബ് കാർഡുകൾ, ഓരോരുത്തരും ചെയ്യേണ്ട ജോലികളെ കുറിച്ച് അല്ലെ, അവരുടെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെ, നിർദ്ദേശങ്ങള്, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലെ, അതിനൊക്കെ വേണ്ടിയിട്ട് ജോബ് കാർഡുകൾ പ്രിപ്പയർ ചെയ്യുന്നു. നെക്സ്റ്റ് എന്താ പറഞ്ഞേ? ഹോസ്പിറ്റലില് ഏതൊക്കെ ഏരിയാസിലാണ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ. അത്രയല്ലേ പ്രീ ഡിസാസ്റ്റർ ഫേസിൽ പറഞ്ഞത്? അത്രയാണ് പ്രീ ഡിസാസ്റ്റർ ഫേസിൽ. എന്താണ്? ഒരു ഡിസാസ്റ്റർ വന്നാല് അതിനുവേണ്ടി അവർ തയ്യാറെടുക്കാണ് അല്ലെ. ആ ഒരു ഫേസ് അല്ലേ പ്രീ ഡിസാസ്റ്റർ ഫേസ്. അത് നേരിടാൻ വേണ്ടി അല്ലേ അതിനെ എന്താണ് അവര് തയ്യാറാകുന്നതാണ് പ്രീ ഡിസാസ്റ്റർ ഫേസ്. നെക്സ്റ്റ് പറയുന്നത് ഡിസാസ്റ്റർ ഫേസ്. ഡിസാസ്റ്റർ ഡെവലപ്പ് ചെയ്യുന്ന, ഡിസാസ്റ്റർ സംഭവിക്കുന്ന ആ ഒരു ഘട്ടം. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്? ഡിസാസ്റ്റർ ആക്ടിവേഷൻ. അപ്പൊ എന്തൊക്കെയാണ്? ഓൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ്. ഇതെന്ന് പറയുന്നത്, ഇതിന് പറയുന്ന വേറൊരു പേരാണ് ഓൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ്. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു ഭാഗത്ത് നിന്ന് ആളുകൾ ഓൾട്ടർ ചെയ്യണോ, മാറ്റണോ? പിന്നെ എന്ത് ചെയ്യണം? അതിന് ആ ഒരു ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ അല്ലെ, എക്യുപ്മെന്റുകള്, സ്റ്റാഫുകളൊക്കെ നമ്മൾ സമാഹരിക്കണ്ടേ, മൊബിലൈസ് ചെയ്യണ്ടേ. മൊബിലൈസിംഗ് എന്നാല് സമാഹരിക്കല്. ആ ഒരു പീരീഡ് ആണ് എന്ത്? ഡിസാസ്റ്റർ ആക്ടിവേഷൻ ഫേസ് അല്ലെങ്കിൽ ഡിസാസ്റ്റർ ഫേസ്. ഓൾട്ടർ ആൻഡ് മൊബിലൈസേഷൻ ഫേസ് എന്താണ്? സമാഹരിക്കലും മാറ്റലും. ഓക്കെ. പ്ലാൻസ് ഫോർ alerting the disaster committee, staff, other facilities via phones or paging and mobilizing resources to suitable activated areas. അല്ലെ, നമുക്ക് പറഞ്ഞു ഡിസാസ്റ്ററിന് വേണ്ടി ആക്ടിവേറ്റ് ചെയ്യുന്ന ഏരിയാസ് ഏതൊക്കെയെന്ന് പറഞ്ഞില്ലേ? ആ ഒരു ആക്ടിവേറ്റ് ചെയ്യുന്ന ഏരിയാസിലേക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകൾ ഉണ്ടാവില്ലേ? എക്യുപ്മെന്റുകൾ ആവശ്യമായിട്ട് വരും, അവർക്ക് മെഡിസിനുകൾ ആവശ്യമായിട്ട് വരും അല്ലെ, ബെഡ്സുകൾ ആവശ്യമായിട്ട് വരും. ആണോ? അപ്പൊ അങ്ങനെയുള്ള റിസോഴ്സുകള് സമാഹരിക്കൽ. കൂടാതെ എന്താണ്? ആ ഹോസ്പിറ്റലിലുള്ള ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകളെ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകളെ അത് ഓർഡർ ചെയ്യണ്ടേ, ജാഗ്രതരാക്കണം അല്ലെ, അത് അറിയിക്കണ്ടേ. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട് അല്ലെ, അതിനു വേണ്ട റെസ്പോണ്ട് നമ്മൾ കൊടുക്കണം അല്ലെ. ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകള് അതിനു വേണ്ട റെസ്പോണ്ട് കൊടുക്കണം, അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തണം എന്നവിടെ അലേർട്ട് ചെയ്യണം. അതിനുവേണ്ടി എന്താണ്? ഫോൺസ് വഴിയോ അതല്ലെങ്കിൽ എന്താണ് നമ്മൾ പറഞ്ഞു അല്ലെ, പേജിങ്. എന്താണ് പേജിങ്? മിസ് പറഞ്ഞല്ലോ, മൈക്ക് വഴിയോ അതല്ലെങ്കിൽ എന്താണ് ലൗഡ് സ്പീക്കർ വഴിയോ എല്ലാവരെയും ജാഗ്രതരാക്കുന്നത് അല്ലെ, എല്ലാവർക്കും ഇൻഫർമേഷൻസ് പാസ് ചെയ്യുന്നതല്ലേ. സ്പീക്കർ വഴിയോ അല്ലെങ്കിൽ ലൗഡ് സ്പീക്കർ എന്താണ് മൈക്കുകൾ വഴിയോ അല്ലെ. അപ്പൊ അങ്ങനെ എന്താണ് ഈ ഒരു ഡിസാസ്റ്റർ ആക്ടിവേഷൻ ഫേസിലാണ് ഹോസ്പിറ്റലിലെ ഡിസാസ്റ്റർ കമ്മിറ്റിയെ, ഡിസാസ്റ്ററിലെ സ്റ്റാഫുകളെ, അതർ ഫെസിലിറ്റീസിലെ മറ്റ് ഫെസിലിറ്റീസിലൊക്കെ എന്താണ് പേജിങ് വഴിയോ അല്ലെങ്കിൽ ഫോൺസ് വഴിയോ ഈ ഒരു ഡിസാസ്റ്ററിന് വേണ്ടി തയ്യാറാക്കാൻ വേണ്ടി അലേർട്ട് കൊടുക്കുക. കൂടാതെ ഓരോ ഏരിയ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ ഏരിയാസിലേക്കും വേണ്ട റിസോഴ്സുകൾ സമാഹരിക്കുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഇൻസിഡന്റ് കമാൻഡർ. ആരാണ് ഇൻസിഡന്റ് കമാൻഡർ? ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ഇൻസിഡന്റ് സ്റ്റാഫുകളിൽ പറഞ്ഞപ്പോ പറഞ്ഞു അല്ലെ, ഇൻസിഡന്റ് കമാൻഡർ ആരാണ്? കമാൻഡ് കൊടുക്കുന്ന ആളല്ലേ. ഇൻസിഡന്റ് ആ ഒരു ഫസ്റ്റ് പേഴ്സൺ. ഇൻസിഡന്റ് നടന്നു കഴിഞ്ഞാല് എന്താണ് അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, മാനേജ് ചെയ്യുന്ന ആളല്ലേ. ഇൻസിഡന്റ് കമാൻഡർ നോക്കിയേ, ഇൻസിഡന്റ് കമാൻഡർ എന്തെടുക്കണം? എല്ലാവർക്കും കമാൻഡ് കൊടുക്കണം അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുക്കണ്ടേ? കൊടുക്കണോ? അപ്പൊ നോക്കിയേ, an incident commander
who must be free to command and coordinate the overall disaster response. അല്ലെ നമ്മൾ പറഞ്ഞു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റലിലെ എല്ലാ വശങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളല്ലേ, ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളും കൈകാര്യം ചെയ്യുന്ന ആളല്ലേ. ഇപ്പൊ നോക്കിയേ ഇതിൽ പറയുന്നത് ഫ്രീ ടു കമാൻഡ് ആൻഡ് കോർഡിനേറ്റ് ദ ഓവറോൾ ഡിസാസ്റ്റർ റെസ്പോൺസ്. ഡിസാസ്റ്റർ റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോർഡിനേറ്റ് ചെയ്യണം അല്ലെ. നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ഒരു ഹോസ്പിറ്റലില് ട്രീറ്റ്മെന്റ് കൊടുക്കൽ മാത്രമാണോ നടക്കുന്നത്? കൊണ്ടുവരുന്ന പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കൊടുക്കൽ മാത്രമാണോ നടക്കുന്നത്? ആണോ? അല്ല അല്ലെ, ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിക്കുകയും എല്ലാവർക്കും കമാൻഡ് കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് ഇൻസിഡന്റ് കമാൻഡർ. മസ്റ്റ് ബി അപ്പോയിന്റഡ് ബൈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ. ഇങ്ങനെയുള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സൺ. നമുക്കൊരു ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഒരു സ്റ്റാഫിനെ കൊണ്ടുപോയി ഇൻസിഡന്റ് കമാൻഡർ ആയിട്ട് നിയമിക്കാൻ പറ്റോ? ഇല്ല അല്ലെ. അതിന് വേണ്ട കേപ്പബിലിറ്റീസ് ഉള്ള അല്ലെ, കഴിവുള്ള അല്ലെ, സ്കില്ലായിട്ടുള്ള കമാൻഡ് കൊടുക്കാൻ കഴിവുള്ള ഒരാളെ വേണ്ടി, ഓതറൈസ്ഡ് പേഴ്സണെ വേണ്ടി നമ്മൾ നിയമിക്കാനായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സണിനെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ കമാൻഡുകൾ കൊടുക്കാനും ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയും നിയമിക്കുക. ക്ലിയർ ആയോ? എക്സാമ്പിൾ പറയുന്നത് ഒക്കെ an emergency department physician with emergency medical service. എക്സാമ്പിൾ പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിന്റെ ഫിസിഷ്യനെ എമർജൻസി മെഡിക്കൽ സർവീസിന് വേണ്ടി നിർത്താം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഈ ഡോക്ടർ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും അല്ലെ, കാഷ്വാലിറ്റിയിൽ വർക്ക് ചെയ്ത് അല്ലെങ്കിൽ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്ത് അല്ലെ, എമർജൻസി ആവുന്ന ക്രിട്ടിക്കൽ രീതിയിലുള്ള പേഷ്യൻസിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം അല്ലെ, അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ എങ്ങനെ പ്രൊവൈഡ് ചെയ്യാൻ എന്നറിയുന്ന ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ആയിരിക്കും അല്ലെ. അതേപോലെ എന്താണ് അതിനുവേണ്ടി കഴിവുള്ള സ്കിൽഡ് ആയിട്ടുള്ള അല്ലെ കമാൻഡുകൾ കൊടുക്കാനും ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും മാനേജ് ചെയ്യാനും കഴിവുള്ള ഒരാളെ ഇൻസിഡന്റ് കമാൻഡർ ആയിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനെ നിയമിക്കുക. ഓക്കെ അത് നെക്സ്റ്റ് ഇൻസിഡന്റ് സ്റ്റാഫ്. നമ്മ പറഞ്ഞു അല്ലെ, കുറെ ഇൻസിഡന്റ് കമാൻഡർ അല്ലാണ്ട് ഒരുപാട് 8 പേരെ പറഞ്ഞു അല്ലെ. ഇൻസിഡന്റ് സ്റ്റാഫുകളെയാ 8 പേരെ പറഞ്ഞു. ഫസ്റ്റ് പേഴ്സൺ ആയിരുന്നു ഇൻസിഡന്റ് കമാൻഡർ. ബാക്കി 7 ആളുകളില്ലേ? കേട്ടോ, മറന്നുപോയാ? അപ്പൊ നോക്കിയേ, PRO ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട് അല്ലെ. അപ്പൊ ഇൻസിഡന്റ് സ്റ്റാഫ്. The purpose of incident staff. Incident staffന്റെ purpose, ഉദ്ദേശം എന്തായിരിക്കും? Comprised of command and general staff. ഇതിലെ കമാൻഡ് സ്റ്റാഫും ജനറൽ സ്റ്റാഫുകളും ഉൾപ്പെടുന്നുണ്ട്. Is to providing the hospital IC. IC എന്ന് പറഞ്ഞാല് ഇൻസിഡന്റ് കമാൻഡർ കേട്ടോ. IC stands for ക്വസ്റ്റ്യൻ വരുന്നതാണ് കേട്ടോ. ഇൻസിഡന്റ് കമാൻഡർ പർപ്പസ് ചോദിക്കാട്ടോ. ഇൻസിഡന്റ് കമാൻഡർ സ്റ്റാഫുകളുടെ പർപ്പസ് എന്താണ്? ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ IC with enough manpower to meet all his or her responsibilities in conducting the disaster relief operations. അല്ലേ? ഡിസാസ്റ്ററിന്റെ റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട്, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഇൻസിഡന്റ് കമാൻഡർക്ക് ഒരുപാട് സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വരുമല്ലോ. വരുമോ? അതിനു വേണ്ടിയിട്ടാണ് ഇൻസിഡന്റ് സ്റ്റാഫുകളുടെ ഉദ്ദേശം. എന്താണ്? ഇൻസിഡന്റ് കമാൻഡർക്ക് മൊത്തത്തിലുള്ള ഇൻസിഡന്റ് നമ്മുടെ ഡിസാസ്റ്റർ പ്രവർത്തനങ്ങള് മായി ബന്ധപ്പെട്ട റിലീഫ് ഓപ്പറേഷൻസ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ആളുകളെ കൊടുക്കാം അല്ലെ. ഇപ്പൊ നമ്മ പറഞ്ഞു ഫസ്റ്റ് നോക്കിയേ,
ഇൻസിഡന്റ് കമാൻഡർ ഉണ്ട്, പബ്ലിക് റിലേഷൻ ഉണ്ട് അല്ലെ. പബ്ലിക് റിലേഷൻ എന്താണ്? ഹോസ്പിറ്റലിന്റെ എന്താണ് ഇൻഫോർമേഷൻ സർക്കുലേറ്റ് ചെയ്യുക അല്ലെ. അതൊരു ഡ്യൂട്ടിയാണ്, അത് ഹോസ്പിറ്റലിൽ നടത്തേണ്ട പ്രവർത്തനല്ലേ ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല്. പിന്നെ എന്ത് ചെയ്യണം? ഹോസ്പിറ്റലിലേക്ക് വരുന്ന ആളുകളെയും മീഡിയാസിന് അല്ലെ, പേഷ്യൻസിന്, വാഹനങ്ങളിലേക്ക് എന്ത് ചെയ്യണം? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉറപ്പുവരുത്തണം അല്ലെ. തിരക്ക് നിയന്ത്രിക്കണം അല്ലെ, ട്രാഫിക് കൺട്രോൾ ചെയ്യണം. അപ്പൊ അതിന് വേണ്ട സ്റ്റാഫുകൾ വേണം അല്ലെ. പിന്നെന്താണ്? ഡിസാസ്റ്ററില് അകപ്പെട്ടിരിക്കുന്ന വിക്ടിംസിന് അല്ലെ, ഇരകൾക്ക് എന്ത് വേണം? മറ്റ് ഏജൻസികളിൽ നിന്നുള്ള പ്രവർത്തനങ്ങൾ വേണോ? വേണ്ടേ? റിലീഫ് പ്രവർത്തനങ്ങൾ വേണം അല്ലെ, ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വേണം. അപ്പൊ അതിനു വേണ്ട സ്റ്റാഫുകൾ വേണം അല്ലെ. പിന്നെ എന്താണ്? ഹോസ്പിറ്റലിലെ എല്ലാ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫുകൾ വേണം അല്ലെ. പിന്നെ എന്താണ്? പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസിന് കൺട്രോൾ മാൻ പവർ അല്ലെ. നെക്സ്റ്റ് എന്താണ്? ചാർജ് ഓഫ് ഓൾ പേഷ്യന്റ് കെയർ ആക്ടിവിറ്റീസ്, രോഗി പരിചരണത്തിന് ആവശ്യമായിട്ടുള്ള ആളുകൾ വേണ്ടേ, അവിടുത്തെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യണം അല്ലെ. ലോജിസ്റ്റിക്സ് ചീഫ് വേണം. പിന്നെ എന്താണ്? ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഫിനാൻസ് സപ്പോർട്ട് വേണം അല്ലെ, ഫണ്ട് വേണം അവർക്ക് അല്ലെ. അപ്പൊ ഇതൊക്കെ ഒരാൾക്ക് തന്നെ ചെയ്യാൻ സാധിക്കോ? ഈ എല്ലാ പ്രവർത്തനങ്ങളും കൺട്രോൾ ചെയ്യാം, പക്ഷെ ഇത് എല്ലായിടത്തും ഓടി നടന്ന ഈ ഒരു ഇൻസിഡന്റ് കമാൻഡർക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള സ്റ്റാഫുകളെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഇൻസിഡന്റ് സ്റ്റാഫുകൾ കൊണ്ടുള്ള ഉദ്ദേശം. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഓക്കെ ആണോ? ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? Next, a staff comprising the 7 position most apt for a medium-sized disaster. എന്താണ്? ഒരു മീഡിയം സൈസ് അല്ലെ, ഒരു ഇടത്തരം ഡിസാസ്റ്ററിന് എത്ര സ്റ്റാഫുകൾ ആവശ്യമായിട്ട് വരുന്നുണ്ട്? 7. നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ ഇൻസിഡന്റ് സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ട്. ഡിസാസ്റ്റർ കമാൻഡർ കൂടാതെ 7 സ്റ്റാഫുകൾ കൂടി ആവശ്യമായിട്ട് വരുന്നുണ്ട് അല്ലെ. പ്ലാനിംഗ് ഓഫീസർ വേണം, ലോജിസ്റ്റിക് ഓഫീസർ വേണം, ഓപ്പറേഷൻസ് ഓഫീസർ വേണം, ഫിനാൻസ് ചാർജിനുള്ള ഓഫീസർ വേണം, പബ്ലിക് റിലേഷൻ വേണം അല്ലെ, സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫീസർ, ലൈസൺ ഓഫീസർ. അങ്ങനെ ഇൻസിഡന്റ് കമാൻഡർ കൂടാതെ 7 വ്യക്തികൾ കൂടിയാണ് നമ്മുടെ ഇൻസിഡന്റ് സ്റ്റാഫിൽ ഉൾപ്പെടുന്നത്. ഓക്കെ അല്ലേ? ഇത് എടുത്തത് തന്നെയാണ് ഒന്നുകൂടി അവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ്, ബാക്കി എല്ലാവർക്കും ഓക്കെ ആണോ? നെക്സ്റ്റ്, when disaster strikes, ഡിസാസ്റ്റർ അടിക്കുക, അതായത് ഡിസാസ്റ്റർ സംഭവിക്കുക. ആക്ടിവിറ്റീസ് ഇൻ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റലിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്? Okay, authorized individuals are called to declare a doctor major. എന്താണ്? ഒരു അതിന് ഓതറൈസ്ഡ് ആയിട്ടുള്ള അല്ലെ ഇൻഡിവിജ്വൽസ്, അതായത് ഇൻസിഡന്റ് കമാൻഡർ പോലുള്ള ഒരു ഓതറൈസ്ഡ് പേഴ്സൺ എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്ലെയർ ചെയ്യാണ് ഹോസ്പിറ്റലില് ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഡിസാസ്റ്റർ സംഭവിച്ചു എന്നല്ല വിളിച്ചു പറയുന്നത്, അവരെന്താണ് വിളിച്ചു പറയുന്നത്? ഡോക്ടർ മേജർ എന്നാണ് ഡിക്ലെയർ ചെയ്യുന്നത്. ആ ഒരു ഡോക്ടർ മേജറിനെ കേട്ടുകഴിഞ്ഞാൽ എന്ത് വിചാരിക്കാം? ഹോസ്പിറ്റലിൽ ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ട് അല്ലെ, ഒരു ദുരന്തം, ഒരു ഇൻസിഡന്റ് സംഭവിച്ചിട്ടുണ്ടെന്ന് അവര് മറ്റുള്ള സ്റ്റാഫുകൾ അറിയാം. ഇപ്പൊ നമ്മ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് പഠിച്ചപ്പോ മിസ് കോഡ് ബ്ലൂ പറഞ്ഞില്ലേ? അപ്പൊ അതിൽ എന്താ പറയുന്നത്? കാർഡിയാക് അറസ്റ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു റെസ്പിറേറ്ററി അറസ്റ്റുമായിട്ടോ ബന്ധപ്പെട്ട് കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു കഴിഞ്ഞാല് അതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഇൻഫർമേഷൻ അലേർട്ട് കൊടുക്കുന്നതല്ലേ. അപ്പൊ അവര് വിളിച്ചു പറയുന്നുണ്ടോ കാർഡിയാക് പേഷ്യൻസ് അറൈവഡ് എന്നാണ് വിളിച്ചു പറയുന്നത്? കോഡ് ബ്ലൂ അലേർട്ടഡ് എന്നാണ് അല്ലെ വിളിച്ചു പറയുന്നത്? കോഡ് ബ്ലൂ അലേർട്ടഡ് എന്നാണ് അല്ലെ വിളിച്ചു പറയുന്നത്. അപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ സ്റ്റാഫുകൾ എങ്ങനെയാണ് വിളിച്ച് വിവരറിയിക്കുന്നത്? ഡോക്ടർ മേജർ എന്നാണ് ഡിക്ലെയർ ചെയ്യുന്നത്, പ്രഖ്യാപിക്കുന്നത്. ക്ലിയർ ആയോ? അത് ആ ഒരു സെന്റൻസ് ഓക്കെ ആയോ?
നെക്സ്റ്റ് ഇത് CEO, Chief Executive Officer, CEO, Chief Executive Officer, Medical Director, Nursing Director, Senior Physician implements the disaster plan, plan, police and അവിടെ ഒരു കോമ ഉണ്ട് കേട്ടോ, കോമയല്ല ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാ കേട്ടോ. implements the disaster plan, അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാ. പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ആർ ഇൻഫോർമഡ്. എന്ത് ചെയ്യാ, ഒരു ഡിസാസ്റ്റർ ഡിക്ലെയർ ഒരു ഡിസാസ്റ്റർ ഡിക്ലെയർ ഡോക്ടർ മേജർ ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാല് ആരൊക്കെ എന്താണ് നമ്മുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറോ മെഡിക്കൽ ഡയറക്ടറോ അതല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടറോ അല്ലെങ്കിൽ സീനിയർ ഡോക്ടർ എന്ത് ചെയ്യണം, ഡിസാസ്റ്റർ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യണം അല്ലെ, നടപ്പിലാക്കണ്ടേ. നമ്മ ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലെ, ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാല് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ അവർ ആസൂത്രണം ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ. അപ്പൊ ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ആ ഒരു പ്ലാൻ അവർ നടപ്പിലാക്കണ്ടേ. അപ്പൊ ഈ സീനിയർ ഫിസിഷ്യനോ അതല്ലെങ്കിൽ നഴ്സിംഗ് ഡയറക്ടറോ അതല്ലെങ്കിൽ CEO ഈ ഡിസാസ്റ്റർ പ്ലാന് ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഹോസ്പിറ്റലില് നടപ്പിലാക്കുന്നു. പോലീസ് ആൻഡ് ഫയർ ഡിപ്പാർട്ട്മെന്റ് ആർ ഇൻഫോർമഡ് അല്ലെ, നമ്മ പോലീസിനെ അല്ലെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇപ്പൊ ഫയറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസാസ്റ്റർ ആണ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഫയർ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കണ്ടേ, അറിയിക്കണോ? അപ്പൊ പിന്നെ പോലീസിനെ അറിയണം അല്ലെ, അറിയിക്കണം അല്ലെ, ഹോസ്പിറ്റലിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണം അല്ലെ. അപ്പൊ പോലീസിനെയും ഫയർ ഡിപ്പാർട്ട്മെന്റിനെയും ഇൻഫോം ചെയ്യുന്നു, വിവരം അറിയിക്കുന്നു. ടെലിഫോൺ നെക്സ്റ്റ് പറയുന്നത് എന്താ, ടെലിഫോൺ ഓപ്പറേറ്റർ അനൗൺസസ് ഡോക്ടർ മേജർ 3 times every 30 seconds for period of 3 minutes. ഒരു 3 മിനിറ്റ് സമയത്തേക്ക് എന്ത് ചെയ്യാ, നമ്മുടെ ടെലിഫോൺ ഓപ്പറേറ്റർ ഡോക്ടർ മേജറിന് 3 തവണ 30 സെക്കൻഡ് കൂടുമ്പോൾ അനൗൺസ് ചെയ്യാം. അപ്പൊ എന്താണ്, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ അവർ വീണ്ടും അനൗൺസ് ചെയ്യും ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ, ഡോക്ടർ മേജർ. അങ്ങനെ ഒരു 3 മിനിറ്റ് നേരത്തേക്ക് ഇങ്ങനെ അവർ ഡിക്ലെയർ ചെയ്യുന്നു. അപ്പൊ എത്ര സമയം അവര് എത്ര ടൈംസ് അവർ അങ്ങനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, 6 തവണ അല്ലെ. 3 times 30 സെക്കൻഡ് എന്ന് പറയുമ്പോഴേ 1 മിനിറ്റില് 2 തവണ വിളിച്ചു പറയില്ലേ, 6 times അവരിങ്ങനെ 3 തവണ വിളിച്ചു പറയും. ഓക്കെ ആയോ? അവിടെ ആ ഒരു സെന്റൻസിൽ ഒരു കൺഫ്യൂഷൻസ് വരാം, അതുകൊണ്ടാണ് മിസ് അങ്ങനെ എടുത്തു വെച്ചത്. ഓക്കെ, നെക്സ്റ്റ് ഫിസിഷ്യൻ ആൻഡ് അതർ സ്റ്റാഫ് ഹു ആർ ഓഫ് ഡ്യൂട്ടി ആർ റീകോൾഡ് അല്ലെ. നമുക്കറിയാം ഈ ഫിസിഷ്യൻസ് അതല്ലെങ്കിൽ നഴ്സുമാര് അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളൊക്കെ എന്ത് ചെയ്യും, ആ ഒരു അവരുടെ ആ ഡ്യൂട്ടി അവേഴ്സ് അല്ലെ, 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ അവർ എന്ത് ചെയ്യും, പോയിട്ടുണ്ടാവും, അവര് ഡ്യൂട്ടി കഴിഞ്ഞപ്പോ തിരിച്ചു പോയിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അവരെന്ത് ചെയ്യാ, റീകോള് ചെയ്യാ, അവരെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് ജോലി ചെയ്യുന്ന ഡ്യൂട്ടിയിൽ കയറുന്നതിന് വേണ്ടിയിട്ട് തിരിച്ചു വിളിക്കുക. നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് അവിടെയുള്ള സ്റ്റാഫുകൾ മാത്രം മതിയാവില്ല അല്ലെ, നമുക്ക് അഡീഷണൽ ആയിട്ട് കുറെ സ്റ്റാഫുകൾ വേണ്ടി വരും അല്ലേ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഡ്യൂട്ടി കഴിഞ്ഞു പോയ സ്റ്റാഫുകളെ, ഡോക്ടേഴ്സിനെ മറ്റ് സ്റ്റാഫുകളെയൊക്കെ തിരിച്ചു വിളിക്കുക, അവര് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി തിരിച്ചു വിളിക്കുക. നെക്സ്റ്റ് ഓൾ ഡിപ്പാർട്ട്മെന്റ്സ് ഇംപ്ലിമെന്റ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയേഴ്സ് അല്ലെ, നമ്മൾ പറഞ്ഞു ക്വസ്റ്റ്യന് പറഞ്ഞു അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലേക്കും വ്യത്യസ്തങ്ങളായിട്ടുള്ള നിയമങ്ങളായിരിക്കും അല്ലെ, നിയന്ത്രണങ്ങളായിരിക്കുമല്ലോ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങള്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും അവർക്ക് പറഞ്ഞിരിക്കുന്ന പ്രൊസീജിയേഴ്സ് നടപടിക്രമങ്ങള് അവർ ഇംപ്ലിമെന്റ് ചെയ്യുക, നടപ്പിലാക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ നടപടിക്രമങ്ങളായിരിക്കും ഓപ്പറേഷൻ തിയേറ്ററിലെ അവിടുത്തെ എമർജൻസി പ്ലാൻ ഒന്നായിരിക്കോ? അതായിരിക്കല്ല അല്ലെ ഫാർമസിയില് വരുന്നത്. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും അവർക്ക് നിയമിതമായിട്ടുള്ള അല്ലെ സ്ഥാപിതമായിട്ടുള്ള നടപടിക്രമങ്ങള് നടപ്പിലാക്കുക. ക്ലിയർ ആയോ?
നെക്സ്റ്റ് പറയുന്നത് written instructions are given for manning important areas to medical staff and house officers by a designated staff. ഒരു designated staff ഇതിനെ ആയി നിയമിച്ചിട്ടുള്ള അല്ലെ നിയുക്തനായിട്ടുള്ള സ്റ്റാഫിന്റെ നമ്മുടെ മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസ്. മാനിങ് ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറഞ്ഞാല് ഇമ്പോർട്ടന്റ് ഏരിയാസിൽ ഓക്യുപ്പൈ ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, ഉൾപ്പെടുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ. ഇമ്പോർട്ടന്റ് ഏരിയാസ് ഏതൊക്കെയാണ് ഹോസ്പിറ്റലിൽ? എക്സാമ്പിൾ ഒക്കെ ഒന്ന് പറഞ്ഞേ. ICU ഉണ്ട്, ഓപ്പറേഷൻ തിയേറ്റർ ഉണ്ട് അല്ലെ, സർജിക്കൽ സെക്ഷൻ ഉണ്ട്, എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, എന്താണ് പീഡിയാട്രിക് ഉണ്ട് അല്ലെ, NICU ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള എമർജൻസി ഇമ്പോർട്ടന്റ് ഏരിയാസ് ഓക്യുപ്പൈ ചെയ്യുന്ന മെഡിക്കൽ സ്റ്റാഫുകൾക്ക് എന്തെടുക്ക? ഇൻസ്ട്രക്ഷൻസ് കൊടുക്കണം അല്ലെ, നിർദ്ദേശങ്ങൾ കൊടുക്കണ്ടേ അവർ ചെയ്യേണ്ട പ്രവർത്തനങ്ങളെ കുറിച്ച്. അവർക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ്. അവിടെ വർക്ക് ചെയ്യുന്ന ഹൗസ് സർജൻസ് ഉണ്ടാവും അല്ലെ, ഹൗസ് ഓഫീസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ MBBS ഒക്കെ കഴിഞ്ഞിട്ട് പ്രാക്ടീസിന് കയറിയിരിക്കുന്ന സ്റ്റാഫുകൾ ഡോക്ടേഴ്സ് ഉണ്ടാവുമല്ലോ പാസ്സായിട്ട്. അപ്പൊ അങ്ങനെയുള്ള ഹൗസ് ഓഫീസേഴ്സിനും മെഡിക്കൽ സ്റ്റാഫുകൾക്കും എന്തെടുക്ക? ഈ ഡെസിഗ്നേറ്റഡ് സ്റ്റാഫ് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങള്, റിട്ടൺ ആയിട്ടുള്ള നിർദ്ദേശങ്ങള് കൊടുക്കുക. ക്ലിയർ ആയോ? കൂടാതെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് ആർ ഗിവൺ ടു ഡിസാസ്റ്റർ ചീഫ് ഓഫ് എമർജൻസി റൂം, triage areas, emergency waiting rooms, staff holding rooms, emotionally disturbed patients areas, relatives waiting rooms, admitting office. അത് കഴിഞ്ഞിട്ട് ഒരു കോമ ഇട്ടിട്ട് എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് എന്നാണ് കേട്ടോ. അവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അഡ്മിറ്റിംഗ് ഓഫീസ് കോമ എക്സ്റേ ഡിപ്പാർട്ട്മെന്റ് ബ്ലഡ് ബാങ്ക് CSSD ലൈക്ക് താഴെ തന്നിരിക്കുന്ന ഏരിയാസിലൊക്കെ നമ്മുടെ എന്താണ് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ് നൽകുക ഡിസാസ്റ്റർ ചീഫിന് അല്ലെ. പിന്നെന്താണ് എമർജൻസി റൂമിലെ ചീഫിന്, ട്രയേജ് ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ചീഫിന്, എമർജൻസി വെയിറ്റിംഗ് റൂമിലുള്ള ആളുകൾക്ക്, പിന്നെ സ്റ്റാഫുകളെ ഹോൾഡ് ചെയ്യുന്ന അല്ലെ അവർക്ക് ആവശ്യമായ സ്റ്റാഫുകളെ നിലനിർത്തുന്ന സ്റ്റാഫ് ഹോൾഡിംഗ് റൂമില്, ഇമോഷണലി ഡിസ്റ്റർബ്ഡ് പേഷ്യൻസ് ഏരിയാസ് അല്ലെ. എന്താണ് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് ചില പേഷ്യൻസ് എന്ത് ചെയ്യും? ടെൻഷനായിട്ട് അവർക്ക് ഇമോഷണലി അവർ ഡിസ്റ്റർബ് ആവും അല്ലെ. അധികം മനക്കെട്ടില്ലാത്ത ആളുകള് ആണോ? അവർക്ക് അവരുടെ റിലേറ്റീവ്സിന് അപകടങ്ങൾ പറ്റിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ എന്താണ് ക്യാരി ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് പിന്നെ റിലേറ്റീവ്സിന് വെയിറ്റ് ചെയ്യാനുള്ള റൂം ഉണ്ടാവും അല്ലെ, അവിടേക്ക്, പിന്നെ അഡ്മിഷൻ ഓഫീസുകൾക്ക്, പിന്നെ എക്സ്റേ ഡിപ്പാർട്ട്മെന്റിലേക്ക്, ബ്ലഡ് ബാങ്കിലേക്ക്, CSSD ഡിപ്പാർട്ട്മെന്റ് അല്ലെ, അങ്ങോട്ടൊക്കെ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് പറയുന്നത് ചീഫ്സ് ആർ അസൈൻഡ് ടു കീ ഏരിയാസ് അല്ലെ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസിലേക്കൊക്കെ ചീഫിനെ നിയമിക്കണ്ടേ? അവിടുത്തെ കാര്യങ്ങള് കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെ, നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ട്, മോണിറ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? ഈ ഇമ്പോർട്ടന്റ് ഏരിയാസിലേക്കൊക്കെ ചീഫിനെ നിയമിക്കുക. നെക്സ്റ്റ് security and support personnel control the traffic triage is initiated next to ambulance service. ambulance entrance. എന്താണ് നമുക്ക് ഹോസ്പിറ്റലിലെ ആ എൻട്രൻസിലേക്ക്, എമർജൻസി ഡിപ്പാർട്ട്മെന്റിലെ എൻട്രൻസിലേക്ക് തിരക്കായിരിക്കും അല്ലെ. ആണോ? ഒരു ഡിസാസ്റ്റർ സംഭവിച്ചിട്ട് പേഷ്യന്റിനെ കൊണ്ടുവരുമ്പോ ആംബുലൻസ് എൻട്രൻസ് ഏരിയയില തിരക്കുണ്ടാവാറുണ്ടോ? സാധാരണ ഒരു വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എന്ത് കാണാറുണ്ട്? നമ്മ ആക്സിഡന്റ് ആൻഡ് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ഒരു 10 മിനിറ്റ്, ഒരു 20 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ കാണാറുണ്ടോ തിരക്ക്? ആക്സിഡന്റ് പറ്റി കൊണ്ടുവരുന്ന പേഷ്യൻസ് അല്ലെ, എമർജൻസി ആയിട്ട് കൊണ്ടുവരുന്ന പേഷ്യൻസ് അല്ലെ. അപ്പൊ ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഹോസ്പിറ്റലിലെ ലൊക്കാലിറ്റിയില് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് എങ്ങനെയായിരിക്കും? ആ ഹോസ്പിറ്റലിലെ ആംബുലൻസ് എൻട്രൻസില് തിരക്ക് കൂടുതലായിരിക്കോ? സാധാരണയിൽ കൂടുതൽ ആളുകളെ ആയിരിക്കും അല്ലെ കൊണ്ടുവരുന്നത്. അപ്പൊ ഒരു ഭയങ്കര തിരക്കായിരിക്കും.
അപ്പൊ തിരക്ക് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവിടെ എന്ത് ചെയ്യുക, സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് പേഴ്സണൽസിനെ ട്രയേജ് ഏരിയയിലുള്ള ട്രാഫിക് ആ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി നിർത്തുക. ക്ലിയർ ആയോ? മിസ്സിന് നോയമ്പ് കാരണമാണ് കേട്ടോ, കുറച്ച് സംസാരിക്കുമ്പോൾ ഇത് വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് പറയുന്നത് ട്രയേജ് ഇൻസ്ട്രക്ഷൻസ്. ട്രയേജിന്റെ ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ് അല്ലെ? ട്രയേജിന്റെ നിയന്ത്രണങ്ങൾ, നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കി. ഡു നോട്ട് അലോ കാഷ്വാലിറ്റീസ് ടു പൈൽ അപ്പ് അല്ലെ? പൈൽ അപ്പ് എന്ന് പറഞ്ഞാൽ കുന്നൂടുക. നമുക്ക് കാഷ്വാലിറ്റിയില് ഈ കേസുകള് പേഷ്യൻസ് കുന്നൂടാൻ പാടുണ്ടോ? ഒരുപാട് ആവാൻ പാടുണ്ടോ? പേഷ്യൻസിനെ കൊണ്ടുവരുന്നതനുസരിച്ച് അവരെ ട്രയേജ് ചെയ്ത് അല്ലെ, സോർട്ട് ചെയ്ത് ഓരോ ഏരിയാസിലേക്ക് അവര് അയക്കണ്ടേ? വേണോ? കൊണ്ടുവരുന്നതിനനുസരിച്ച് ഓരോ പേഷ്യൻസിനെ സോർട്ട് ചെയ്ത് അല്ലെ, ക്രിട്ടിക്കൽ പേഷ്യന്റ് ആണോ അല്ലെ, മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആണോ, ഡെഡ് കേസസ് ആണോ അല്ലെ, അങ്ങനെയുള്ളത് അങ്ങനെ അവരെന്ത് ചെയ്യാ, സോർട്ട് ചെയ്തിട്ട് അവര് ഓരോ ഏരിയാസിലേക്ക് അയക്കുക. എന്താ, നമ്മുടെ കാഷ്വാലിറ്റിയില് പേഷ്യൻസിനെ കുന്നുകൂടാൻ അല്ലെ, ഒരുപാട് ആവാൻ അനുവദിക്കരുത്. സോർട്ട് പേഷ്യന്റ് റാപ്പിഡ്ലി, എന്ത് ചെയ്യാ, പേഷ്യൻസിന് കൊണ്ടുവരുന്നതിനനുസരിച്ച് അവരെ സോർട്ട് ചെയ്ത് പെട്ടെന്ന് തന്നെ അവരെ സോർട്ട് ചെയ്യുക. നെക്സ്റ്റ്, ടാഗ് ദം അപ്രോപ്രിയേറ്റ്ലി. ടാഗ് ചെയ്യാന്ന് പറഞ്ഞാല് ഈ ക്രിട്ടിക്കൽ പേഷ്യൻസിന് എന്ത് കളർ ടാഗ്? റെഡ് കളർ ടാഗ് കൊടുക്കും. അപ്പൊ അതിലും കുറച്ചും കൂടി ഇതുള്ള പേഷ്യൻസിന് ഗ്രീൻ കളർ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ, ടാഗിങ്. രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്ന പേഷ്യൻസിന് യെല്ലോ ടാഗ്, മൂന്നാമത്തെ കാറ്റഗറിയിൽ വരുന്ന പേഷ്യൻസിന് ഗ്രീൻ ടാഗ്. മരണപ്പെട്ട പേഷ്യൻസിന് എന്താ, മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ഒക്കെ, അപകടങ്ങള് അല്ലെങ്കിൽ അസുഖങ്ങളൊക്കെ ഉള്ളെങ്കിൽ അവർക്ക് ഗ്രീൻ ടാഗ് കൊടുക്കും. പിന്നെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏത് കളറാ, ബ്ലാക്ക് കളർ ടാഗ് ആയിരിക്കും കൊടുക്കുന്നത് ആ സോർട്ട് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്യാം, ഓരോ പേഷ്യൻസിനും അനുയോജ്യമായിട്ടുള്ള ടാഗുകൾ നൽകുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് പറയുന്നുണ്ട് കേട്ടോ, ടാഗിങ്ങും ട്രയേജിന്റെ ഇതൊക്കെ നിങ്ങൾക്ക് ഇതിൽ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പൊ മിസ് പറഞ്ഞുതരാം കേട്ടോ, അപ്പൊ ജസ്റ്റ് ഇത് മാത്രം മനസ്സിലാക്കുക. നെക്സ്റ്റ്, റൂട്ട് ടു അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് ഏരിയാസ് അല്ലെ, എന്താണ്, ഓരോ പേഷ്യൻസിനെയും അനുയോജ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് മാറ്റുക അല്ലെ. ഇപ്പൊ നമുക്കറിയാം ചില പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഓപ്പറേഷൻസ് ചെയ്യേണ്ടി വരും അല്ലെ, സർജറി ചെയ്യേണ്ടി വരും. അപ്പൊ അവരെ അങ്ങോട്ട് വിടുക. ചിലപ്പോ എന്താണ്, ചില പേഷ്യൻസിനെ വെന്റിലേറ്ററിലേക്ക് കിടത്തേണ്ടി വരും അല്ലെ, അല്ലെങ്കിൽ ചില പേഷ്യൻസിന് എന്താണ് ICUല് ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്കായിരിക്കും അല്ലെ. ചില പേഷ്യൻസിന് എന്താ മൈനർ ആയിട്ടുള്ള ഇഞ്ചുറീസ് ആയിരിക്കും. അപ്പൊ എന്താ, മൈനർ ഇഞ്ചുറീസ് ട്രീറ്റ്മെന്റ് ഏരിയാസിലേക്ക് പറഞ്ഞേക്കാം അല്ലെ. അപ്പൊ ഓരോ പേഷ്യൻസിനെയും അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് അയക്കുക. ക്ലിയർ ആയത്? ഓക്കെ ആണോ എല്ലാവർക്കും? ഒരിക്കലും നമ്മുടെ ട്രയേജ് കാഷ്വാലിറ്റിയുടെ മുമ്പില് കേസുകൾ അല്ലെ, അതായത് പേഷ്യൻസിനെ കൊന്നുകൂടാൻ അനുവദിക്കരുത്. പേഷ്യൻസിനെ കൊണ്ടുവരുന്നതിനനുസരിച്ച് അവരെ ട്രയേജ് സോർട്ട് ചെയ്യുക അല്ലെ, എന്താണ്, ട്രയേജ് കൊടുക്കുക. നെക്സ്റ്റ് എന്താണ്, ഓരോ പേഷ്യൻസിനെ സോർട്ട് ചെയ്യുന്നതിനനുസരിച്ച് അവർക്ക് അനുയോജ്യമായിട്ടുള്ള ടാഗുകൾ നൽകുക. നെക്സ്റ്റ് എന്താണ്, ഓരോ പേഷ്യൻസിനെയും അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ നൽകുന്നതിന് വേണ്ടി അവർക്ക് അനുയോജ്യമായിട്ടുള്ള ഏരിയാസിലേക്ക് അയക്കുക. നെക്സ്റ്റ്, ട്രീറ്റ്മെന്റ് ഏരിയാസ്. ഓക്കെ, ട്രീറ്റ്മെന്റ് ഏരിയാസില് എമർജൻസി റൂമിൽ ആരായിരിക്കും? എമർജൻസി റൂമിൽ ആരായിരിക്കും പൊതുവെ വരുന്നത് നോർമലി? ആരാ? ഹോസ്പിറ്റലില് എമർജൻസി റൂമിൽ ആരാ വരുന്നത്? എന്താണ് മിണ്ടാത്തെ? ക്രിട്ടിക്കൽ പേഷ്യൻസ് ആണോ?
ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരാണോ? പിന്നെന്താ പറയാത്തെ? കാഷ്വാൽ ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ളവർ അല്ലേ? അപ്പൊ നോക്കിയേ, എമർജൻസി റൂം, ഹൈപ്പർ അക്യൂട്ട് കണ്ടീഷൻ അല്ലെ, കൂടുതലായിട്ടുള്ള നിശ്ചലവശലായവർ അല്ലെ, ക്രിട്ടിക്കൽ സ്റ്റേജിൽ കൊണ്ടുവരുന്നവരെയാണ് എമർജൻസി റൂമിൽ കൊടുക്കുന്നത്. ഇവർക്ക് എങ്ങനെയുള്ള അസുഖങ്ങളായിരിക്കും? ലൈഫ് ത്രെട്ടനിങ് ഡിസീസുകളായിരിക്കും അല്ലെ, അല്ലെങ്കിൽ ലൈഫ് ത്രെട്ടനിങ് ഇഞ്ചുറീസ് ആയിരിക്കും അല്ലെ സംഭവിക്കുന്നത്. ജീവൻ അപകടത്തിൽപ്പെടുന്ന അസുഖങ്ങളോ പിന്നെന്താണ് അപകടങ്ങളോ പറ്റിയവരായിരിക്കും. നെക്സ്റ്റ് ഹെമറേജ്. ഹെമറേജ് എന്ന് പറഞ്ഞാൽ എന്താ? ബ്ലീഡിംഗ് ഉള്ളവർ അല്ലെ, ആന്തരിക സ്രാവം അല്ലെങ്കിൽ ബ്ലീഡിങ് എന്തെങ്കിലും ഇഞ്ചുറീസ് പറ്റിയിട്ട് അധികമായി ബ്ലീഡിങ് നടക്കില്ലേ, രക്തസ്രാവം വരുന്ന പേഷ്യൻസ് ആണ് ഹെമറേജ്. അപ്പൊ അങ്ങനെയുള്ള ഹെമറേജ് പറ്റിയവരോ അതല്ലെങ്കിൽ എന്താണ് ഗുരുതരമായ ഇഞ്ചുറീസോ അല്ലെങ്കിൽ ഇൽനെസ്സോ അസുഖങ്ങളോ ഉള്ളവരെയാണ് എമർജൻസി റൂമിൽ കൊണ്ടുവരുന്നത്. എന്താണ്? ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക് അല്ലെ, ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്ന പേഷ്യൻസിന് ആദ്യം കൂടെ കൊണ്ടുപോകുന്നത് എമർജൻസി റൂമിലേക്ക് അല്ലേ? ആണോ? ഓക്കെ. നെക്സ്റ്റ് സർജറി. സീരിയസ് കാഷ്വാലിറ്റീസ്, ചെസ്റ്റ്, അബ്ഡോമിൻ ട്രോമ, ഓപ്പൺ ഫ്രാക്ചർ. എന്താണ്? സീരിയസ് ആയിട്ടുള്ള കാഷ്വാലിറ്റീസ്, എന്തെങ്കിലും അപകടങ്ങളെ പറ്റിയവര്. ചെസ്റ്റിന് അല്ലെങ്കിൽ അബ്ഡോമിൻ ട്രോമ അല്ലെ, എന്താണ്? നമ്മുടെ വയറിടിച്ച് അബ്ഡോമിൻ ഇടിച്ചു വീഴ, അബ്ഡോമിനിൽ തകരാറുകളൊക്കെ സംഭവിച്ച് അവർക്ക് എന്തെങ്കിലും ഓപ്പറേഷൻസ് വീഴാം. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസിന്. പിന്നെ എന്താണ്? ഓപ്പൺ ഫ്രാക്ചർ അല്ലെ, എന്താണ്? ഒടിവുകള്, ഫ്രാക്ചർ എല്ലുകൾക്ക് എന്തെങ്കിലും ഫ്രാക്ചർ സംഭവിക്കുന്ന ആളുകളേക്കാണ് സർജറി സെക്ഷനിൽ. സർജറി സെക്ഷനിൽ എങ്ങനെയുള്ള ആളുകളെ നമ്മൾ വിടുന്നത്? സർജറി ആവശ്യമായ പേഷ്യൻസിന് അല്ലെ, ഓപ്പറേഷൻ ആവശ്യമായ പേഷ്യൻസിനല്ലേ നമ്മൾ സർജറി സെക്ഷനിലേക്ക് വരുന്നത്. അപ്പൊ സീരിയസ് ആയിട്ടുള്ള ഇപ്പൊ തല ഇടിച്ചു വീഴാണ് അല്ലെ, അപ്പൊ അവർക്ക് എന്ത് പറ്റും? ചിലപ്പോ തലയ്ക്ക് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ, ബ്ലീഡിങ് പറ്റിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുക്കണം? സർജറി ചെയ്യേണ്ടി വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും കാഷ്വാലിറ്റി അല്ലെങ്കിൽ ചെസ്റ്റിന് അല്ലെങ്കിൽ അബ്ഡോമിൻ ട്രോമ അല്ലെ, നമ്മുടെ അബ്ഡോമിന് എന്തെങ്കിലും തകരാറ്, ആഘാതം സംഭവിക്കുക. ട്രോമ എന്ന് പറഞ്ഞാൽ ആഘാതം സംഭവിക്കുക, നമ്മൾ ഇടിച്ചു വീഴാം. അപ്പൊ അല്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് എന്തെങ്കിലും ഇപ്പൊ ഉരുൾപൊട്ടലൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? നമ്മുടെ മേത്തേക്ക് കല്ലുകളായിരിക്കല്ലേ വീഴുന്നത്. എവിടെ വീഴും? എങ്ങനെ വീഴുന്ന് പറയാൻ പറ്റോ? തലക്ക് വീഴോ, മേത്തേക്ക് വീഴോ അല്ലെ, എന്തെങ്കിലും പറയാൻ പറ്റോ? ഇല്ല അല്ലെ. അപ്പൊ അങ്ങനെ അബ്ഡോമിനിൽ എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുക, പിന്നെന്താണ്? ഓപ്പൺ ഫ്രാക്ചർ സംഭവിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എന്നിട്ട് അവരുടെ ബോൺസിന് എല്ലുകൾക്ക് എന്തെങ്കിലും സർജറി വേണമെങ്കിൽ അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് സർജറി സെക്ഷനിലേക്ക് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ഡെലിവറി സ്യൂട്ട്. ഡെലിവറി സ്യൂട്ടിലേക്ക് ആരായിരിക്കും പോകുന്നത്? വുമൺസ്. എങ്ങനെയുള്ള വുമൺസ്? എല്ലാ വുമൺസും. എങ്ങനെയുള്ള വുമൺസ്? കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി അല്ലെ, പിന്നെ എന്താണ്? ആ ഒരു സമയത്ത് അവർക്ക് എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുക അല്ലെ, കാല് തെറ്റി വീഴ, വയറിടിച്ച് വീഴ അല്ലെ, അങ്ങനത്തെ എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിച്ച പേഷ്യൻസിനൊക്കെയാണ് നമ്മ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഡെലിവറി സൂട്ടിലേക്ക് കൊണ്ടുവരുന്നത്. വുമൺ ഇൻ ലേബർ, കോംപ്ലിക്കേഷൻസ് ഓഫ് പ്രഗ്നൻസി, ലേബർ റൂമിൽ വുമൺസ് പ്രഗ്നൻസിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം. ട്രോമാറ്റൈസ്ഡ് പ്രഗ്നൻസി വുമൺ അല്ലെ, എന്താണ്? പ്രഗ്നൻസി വുമൺസിന് എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുക, അങ്ങനെയുള്ള പേഷ്യൻസിനൊക്കെയാണ് ഡെലിവറി സൂട്ടിലേക്ക് കൊണ്ടുപോകുക. നമ്മ ഈ ഫ്ലഡ് വന്നപ്പോഴും കണ്ടിരുന്നോ? ആ സമയത്ത് ഒരു പ്രഗ്നന്റ് വുമൺസിന്, ഒരു പ്രഗ്നന്റ് ലേഡീനെ ഹെലികോപ്റ്ററിൽ എടുത്തോണ്ട് പോണതൊക്കെ കണ്ടില്ലേ? ഒരു മൂവീസിലും കാണിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ എന്താ? അങ്ങനെ ആഘാതം എന്തെങ്കിലും അങ്ങനെ ഡിസാസ്റ്റർ സംഭവിക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുന്ന, അപ്പൊ അവർ ആ പ്രഗ്നൻസി ടൈമിൽ അവർക്ക് കുറച്ചും കൂടിയും ടെൻഷനും ഡിപ്രഷനും ഉള്ള സാഹചര്യമായിരിക്കും അല്ലെ വുമൺസിന്. അവരുടെ ഹോർമോണിലെ വ്യത്യാസങ്ങൾ വന്നിട്ട് അല്ലെ, ഹോർമോൺ ചേഞ്ചസ് ഒക്കെ നടന്നിട്ട് അവർക്ക് ഒരുപാട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉള്ള പീരീഡ് ആയിരിക്കും ആ സമയത്ത്.
അപ്പൊ അവർക്ക് ഒരു ചെറിയ നിസ്സാര കാര്യം കിട്ടിയാൽ മതി അല്ലെ, കൂടുതൽ ഡിപ്രസ്ഡ് ആവാനും BP കൂടാനൊക്കെ ആണോ? അപ്പൊ BP ഒക്കെ കൂടിക്കഴിഞ്ഞാൽ അവർക്ക് കോംപ്ലിക്കേഷൻസ് ആണോ? പ്രഗ്നൻസ് വുമൻസിന് BP ഒക്കെ കൂടിക്കഴിഞ്ഞാൽ കോംപ്ലിക്കേഷൻസ് ആണോ? അപ്പൊ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാ, അതല്ലെങ്കിൽ എന്തെങ്കിലും ആ പ്രഗ്നൻസിൽ എന്തെങ്കിലും ആഘാതങ്ങൾ സംഭവിക്കുന്ന പേഷ്യൻസിനൊക്കെയാണ് ഡെലിവറി സ്യൂട്ടിലേക്ക് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് ICU, നമുക്കറിയാം അല്ലെ, ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ആരെയാണ്? മെഡിക്കൽ എമർജൻസീസ് ആയിട്ടുള്ള പേഷ്യൻസിനെയാണ് അല്ലെ, ക്രിട്ടിക്കൽ സ്റ്റേജിലുള്ള പേഷ്യൻസിനല്ലേ നമ്മൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കിടത്തുന്നത്. നെക്സ്റ്റ് OPD, അതില് ഒരു മിസ്റ്റേക്ക് ഉണ്ട്. OPD-യില് അൺസാൽവജബിൾ കേസസ് ഒന്ന് കൊടുത്തിട്ടില്ലേ, അതൊന്ന് കട്ട് ചെയ്തേ, അത് കട്ട് ചെയ്തേ, വെട്ടിയിട്ട് 7th-ല് എമർജൻസി റൂം എന്ന് കണ്ടോ? 7th പോയിന്റ് എമർജൻസി റൂം. അതിൽ കൊടുത്തിരിക്കുന്നതില്ലേ മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ്, മൈനർ ഇഞ്ചുറീസ്, ആംബുലേറ്ററി പേഷ്യൻസ്, അത് അവിടെ എഴുതും. OPD ഏരിയയില് അത് രണ്ടും എഴുതാം. എഴുതിയോ? എന്നിട്ട് ആ OPD-യിൽ കിടക്കുന്ന അൺസാൽവജബിൾ കേസസ് എമർജൻസി റൂമിൽ എഴുതാം. ഓക്കെ ആയോ? ഓക്കെ. അപ്പൊ OPD-യിൽ ആരൊക്കെയാണ് കൊണ്ടുവരുന്നത്? മൈനർ ഇഞ്ചുറീസ് അല്ലെ, ചെറിയ മുറിവുകൾ പറ്റുന്നവരെ. പിന്നെന്താണ്? ആംബുലേറ്ററി പേഷ്യൻസ്. ആംബുലേറ്ററി പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ OPD സർവീസ് അല്ലെ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിലെ സർവീസുകൾ. അപ്പൊ ആംബുലേറ്ററി പേഷ്യൻസിനെയും മൈനർ ഇഞ്ചുറീസ്, ചെറിയ മുറിവുകൾ പറ്റുന്ന പേഷ്യൻസിനൊക്കെയാണ് OPD ഏരിയയിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് റേഡിയോളജിയിൽ ആരൊക്കെയാണ്? സ്കാനിങ് ചെയ്യേണ്ട പേഷ്യൻസ് അല്ലെ, റേഡിയോളജിയിലെ സ്കാനിങ് അല്ലെ. ഫ്രാക്ചർ ടു ഓർത്തോപീഡിക്സ് ആൻഡ് ദെൻ എന്താണ്? ഫ്രാക്ചറോ അല്ലെങ്കിൽ എന്താണ് ഒടിവോ അല്ലെ, ചതവോ സംഭവിക്കുന്ന അല്ലെ ബോൺസിന് അല്ലെങ്കിൽ തലയ്ക്ക് അല്ലെ, ഏതെങ്കിലും ഒരു ഭാഗത്തിന് അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിന് അല്ലെ, ആ എക്സ്റേ സ്കാനിങ്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ എങ്ങോട്ട് നയിക്കുക? റേഡിയോളജി ഏരിയസിലേക്ക് നയിക്കുക. നെക്സ്റ്റ് എമർജൻസി റൂമിൽ പറയുന്നത് അൺസാൽവജബിൾ കേസസ്. അൺസാൽവജബിൾ കേസസ് എന്ന് പറഞ്ഞാല് നമുക്ക് രക്ഷിക്കാനാവാത്ത, സംരക്ഷിക്കാനാവാത്ത കേസുകൾ. അതെങ്ങനെയുള്ളതായിരിക്കും സംരക്ഷിക്കാനാവാത്ത കേസുകൾ എന്ന് പറയുന്നത്? അവർക്ക് വന്നിരിക്കുന്ന അക്യൂട്ട് അല്ലെ, ക്രിട്ടിക്കൽ സ്റ്റേജുകൾ, അവർക്ക് വന്നിരിക്കുന്ന ആ ഒരു ഇഞ്ചുറീസ് അല്ലെങ്കിൽ ആ ഒരു ഇൽനെസ്സിനെ നമുക്ക് ചിലപ്പോ എന്താണ് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത പേഷ്യൻസ് ഇല്ലേ, അവരെ നമുക്ക് എന്താണ് അവർക്ക് വന്നിരിക്കുന്ന അസുഖത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ പരിക്കിൽ നിന്ന് നമുക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ അല്ലെ, പുനഃസ്ഥാപിക്കാൻ പറ്റാത്തതായ കേസുകളെയാണ് അൺസാൽവജബിൾ കേസസ്. ചില കേസുകളിൽ ഡോക്ടേഴ്സ് പറയാറില്ലേ നമ്മുടെ അടുത്ത് 1% ചാൻസ് ഉള്ളൂ അല്ലെ, ദൈവത്തിന് വിട്ടുകൊടുക്കാന്നൊക്കെ പറയാറുണ്ട് അല്ലെ. ദൈവത്തിന് വിട്ടുകൊടുക്കുക, നിങ്ങൾ പ്രാർത്ഥിക്കുക അല്ലെ, 1% മാത്രം ചാൻസ് ഉള്ളൂ അല്ലെ. അപ്പൊ ചില സന്ദർഭത്തിൽ പറയാറുണ്ട് ഡോക്ടർ എന്താണ് ഇനി എന്ത് ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടും കാര്യമില്ല എന്ന് പറയാറില്ലേ ചില സന്ദർഭത്തില്. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെയാണ് അൺസാൽവജബിൾ കേസസ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അൺസാൽവജബിൾ കേസസ് എവിടെയായിരിക്കും പൊതുവെ കൊണ്ടുപോകുന്നത്? എമർജൻസി റൂമിലല്ലേ കിടത്തുന്നത് അവരെ. അപ്പൊ എമർജൻസി റൂമിലെ അൺസാൽവജബിൾ കേസസ്. നെക്സ്റ്റ് സൈക്യാട്രി. സൈക്യാട്രിയിൽ ആരാ കൊണ്ടുപോകുന്നത്? സൈക്യാട്രിയിലേക്ക് ഹിസ്റ്റീരിയ അല്ലെ. ബിഹേവിയറൽ എമർജൻസീസ്. എന്താണ് ഹിസ്റ്റീരിയ എന്ന് പറഞ്ഞാല്? അൺകൺട്രോളബിൾ ഇമോഷൻസ്. ഇപ്പൊ ചില ആളുകൾക്ക് എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവര് പെട്ടെന്ന് അവര്
അവർക്ക് അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അല്ലെ. ചിലപ്പോ അവര് കരഞ്ഞോണ്ടിരിക്കും, ചിലപ്പോ അവര് ചിരിച്ചോണ്ടിരിക്കും, ചിലപ്പോ അവര് സംസാരിച്ചോണ്ടിരിക്കും അല്ലെ. ആണോ? അവർക്ക് അവരുടെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്തവര്, മെന്റലി ഇംബാലൻസ് ആയിപ്പോലെ. ചിലപ്പോ അവര് പിന്നെ അവര് സംസാരിക്കാനില്ല, ഒരു മൂകതയിൽ ഇരിക്കില്ലേ, നമ്മളോട് മിണ്ടായികയോ അല്ലെ, ഒരു ഭാവവ്യത്യാസങ്ങൾ ഇല്ലാതെ ഇരിക്കും. ആണോ? പിന്നെന്താണ് ബിഹേവിയറൽ എമർജൻസീസ്? എന്താണ്? അവർക്ക് പെരുമാറ്റ വൈകല്യങ്ങൾ, പെരുമാറ്റത്തിന് എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമ്മ പ്രതീക്ഷിക്കാണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നമ്മളെ മനസ്സിനെ വേദനിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഷോക്ക് തരുന്ന എന്തെങ്കിലും മെന്റലി നമ്മൾ ഷോക്ക് ആയി പോകൂലേ. നമുക്ക് എന്ത് പ്രതികരിക്കണം, എന്ത് റെസ്പോണ്ട് ചെയ്യണം എന്ന് പറയാൻ പറ്റും. അപ്പൊ മനസ്സിന് ശക്തി ഇല്ലാത്തവർക്ക് എന്ത് പറ്റും? അവര് പെട്ടെന്ന് ഇംബാലൻസ് ആയി പോകൂലേ. അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അവരുടെ ഇമോഷൻസിനെ, അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കാതെ വരും. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയൊക്കെയാണ് സൈക്യാട്രിയിൽ കൊണ്ടുപോകുന്നത്. ഇപ്പൊ നമ്മ വയനാട് ദുരന്തം കണ്ടു അല്ലെ. ആ ഒരു പെൺകുട്ടി അത് പഠിക്കാൻ പോയത് കാരണം ആ പെൺകുച്ചിന്റെ അച്ഛനും അമ്മയും അനിയത്തി നഷ്ടപ്പെട്ടവർക്ക് അപ്പൊ അത് മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ആളുകളാണെങ്കിൽ പിടിച്ചു നിൽക്കോ? മെന്റലി സ്റ്റേബിൾ അല്ലാത്ത ഒരാളാണെങ്കിൽ പിടിച്ചു നിൽക്കോ? അത് ഇല്ല. അപ്പൊ അങ്ങനെയുള്ള ആളുകളെ ഇങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഹോസ്പിറ്റൽ സൈക്യാട്രി സെക്ഷനിലേക്കാണ് കൊണ്ടുപോകുന്നത്. നെക്സ്റ്റ് മെഡിക്കേഷൻ ത്രൂ ഇമോഷണലി ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്കൊന്ന് സ്റ്റേബിൾ ആക്കാൻ അല്ലെ, അവർക്കൊരു കൺട്രോൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ മെഡിറ്റേഷൻ റൂമുകളിലേക്ക് കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് സെമിനാർ റൂം അൺഇൻജോർഡ് ഡിസ്ചാർജ് ഓഫ് പേഷ്യൻസ് റിലേറ്റീവ്സ്. എന്താണ്? സെമിനാർ റൂമില് അൺഇൻജുറിയിലെ പരിക്കുകൾ പറ്റാത്ത ആളുകളാ പേഷ്യൻസിലെ ഡിസ്ചാർജ് ചെയ്ത പേഷ്യൻസിന്, പിന്നെ പേഷ്യൻസിനെ റിലേറ്റീവ്സിനെയൊക്കെ ഉൾക്കൊള്ളുന്നതാണ് സെമിനാർ റൂം. ക്ലിയർ ആയോ ട്രീറ്റ്മെന്റ് ഏരിയാസ്? നെക്സ്റ്റ് പറയുന്നത് ഡെഫിനിറ്റീവ് കെയർ ഇനീഷ്യേറ്റഡ് ആസ് സൂൺ ആസ് പോസിബിൾ. കൊണ്ടുവരുന്ന പേഷ്യൻസിന് കൃത്യമായ പരിചരണം എത്രയും വേഗം പ്രൊവൈഡ് ചെയ്യുക അല്ലെ. ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കൊണ്ടുവരുന്ന പേഷ്യൻസിന് കൃത്യമായ പരിചരണം എത്രയും പെട്ടെന്ന് ആസ് സൂൺ ആസ് പോസിബിൾ നമുക്ക് പരമാവധി വേഗത്തിൽ അല്ലെ പ്രൊവൈഡ് ചെയ്യുക. നെക്സ്റ്റ് ഡാറ്റ റിസീവ്ഡ്, റെക്കോർഡഡ് ആൻഡ് ഡയറക്റ്റഡ് ടു ദി ബിസിനസ് ഓഫീസ്, അഡ്മിറ്റിംഗ് ഓഫീസ് ആൻഡ് പബ്ലിക് റിലേഷൻ ഓഫീസ് ഫോർ കോർഡിനേഷൻ ആൻഡ് റിലീസ്. എന്താണ്? അവരുടെ പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും റിലീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യുക? ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഡാറ്റ അല്ലെങ്കിൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഡാറ്റാസ് സ്വീകരിക്കുകയും റെക്കോർഡ് ചെയ്യുകയും അതുമായി ബന്ധപ്പെട്ട ഓരോ ഏരിയാസിലേക്കും എത്തിച്ചു കൊടുക്കണം അല്ലെ. അപ്പൊ പേഷ്യൻസ് വന്നു കഴിഞ്ഞാൽ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള് നമ്മുടെ ബിസിനസ് ഓഫീസർ, റിസപ്ഷന്, അങ്ങനെയുള്ള ഓഫീസുകളിലേക്ക് എത്തിച്ചു കൊടുക്കണ്ടേ? റിസപ്ഷൻ ഉണ്ട് അല്ലെ, പബ്ലിക് റിലേഷൻ ഓഫീസ് ഉണ്ട്, അഡ്മിറ്റിംഗ് ഓഫീസ് ഉണ്ട് അല്ലെ, എത്തിച്ചു കൊടുക്കണോ? അപ്പൊ എന്താണ്? ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും റിലീസ് ചെയ്യുന്നതിനും വേണ്ടി അതുമായി ബന്ധപ്പെട്ട എല്ലാ ഇൻഫോർമേഷൻസും സ്വീകരിക്കുകയും അത് രേഖപ്പെടുത്തുകയും അത് മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് പേഷ്യൻസ് ഹു ആർ ഡിസ്ചാർജ്ഡ് ആർ ഡയറക്റ്റഡ് ടു അഡ്മിറ്റിംഗ് ഓർ ഡിസ്ചാർജ് ഓഫീസ്. എന്താണ്? പേഷ്യൻസ് കൊണ്ടുവന്ന ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്ന പേഷ്യൻസിന് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകളൊക്കെ കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? ഡിസ്ചാർജ് ചെയ്യും അല്ലെ. അപ്പൊ അവരെ ആ ഡിസ്ചാർജ് പ്രൊസീജിയർ നടത്തുന്നതിന് വേണ്ടിയിട്ട് അഡ്മിറ്റിംഗ് ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ഓഫീസിലേക്കോ നയിക്കുക. നെക്സ്റ്റ് ഇപ്പൊ എന്താണ്? ഇപ്പൊ ഡിസ്ചാർജ് വരെ എത്തി, അപ്പൊ ഒരുവിധം പ്രവർത്തനങ്ങളൊക്കെ കഴിഞ്ഞു അല്ലെ. നെക്സ്റ്റ് എന്താ പറയുന്നത്? ഡിസാസ്റ്റർ ചീഫ് മെഡിക്കൽ ഡയറക്ടർ ഓർ ഡയറക്ടർ ഓഫ് നഴ്സിംഗ് ഓർ സിഇഒ മേ ഓതറൈസ് ആൻഡ് ഓൾ ക്ലിയർ അനൗൺസ്മെന്റ്. ഇപ്പൊ കൊണ്ടുവന്ന പേഷ്യൻസിന് ട്രയേജ് കൊടുത്ത് അല്ലെ, നമ്മൾ ട്രയേജ് കൊടുത്ത് അവര് ഓരോ ഏരിയാസിലേക്ക് നയിച്ച് അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുത്ത്
അവരെ ഡിസ്ചാർജ് ചെയ്തു. ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിലെ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചു കഴിഞ്ഞാല് എല്ലാവരും അത് ഇൻഫോം ചെയ്യണോ? ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു അല്ലെ. അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ ഡിസാസ്റ്റർ ചീഫോ അല്ലെങ്കിൽ മെഡിക്കൽ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, എന്താണ് കോഡ് മേജർ പ്രഖ്യാപിക്കുന്നത്, ഡിക്ലെയർ ചെയ്യുന്നത്. അതേപോലെ ഓതറൈസ്ഡ് പേഴ്സൺ എന്ത് ചെയ്യുക? ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് എന്നാൽ ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും അവസാനിച്ചു എന്ന് അറിയിപ്പ് കൊടുക്കുന്നതിന് വേണ്ടി ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് നടത്തുക. അപ്പൊ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് ടെലിഫോൺ ഓപ്പറേറ്ററിൽ പറഞ്ഞു കഴിഞ്ഞാൽ ടെലിഫോൺ ഓപ്പറേറ്റർ എന്ത് ചെയ്യും? പേജിംഗ് വഴിയോ അല്ലെ അല്ലെങ്കിൽ അഡ്രസ് സിസ്റ്റം വഴിയോ പബ്ലിക്കിനെ അറിയിക്കോ? അവിടെയുള്ള ആളുകൾ എല്ലാവരും അറിയിക്കും അല്ലെ, സ്റ്റാഫുകളാ, മീഡിയാസിന്, പേഷ്യൻസിന്, റിലേറ്റീവ്സിന് അല്ലെ. അപ്പൊ the telephone operator will then make all clear announcement over the public address system ആണ് ട്ടോ, സിസ്റ്റം അല്ല സിസ്റ്റം. ആ ടെലിഫോൺ ഓപ്പറേറ്റർ ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് പബ്ലിക് അഡ്രസ് സിസ്റ്റം, അതായത് നമ്മുടെ പേജിംഗ് വഴിയോ മൈക്കുകൾ വഴിയോ എല്ലാവരെയും അറിയിക്കുന്നു. she or he will announce code green. എന്താണ് അവര് കോഡ് ഗ്രീൻ, ഓൾ ക്ലിയർ എന്നല്ല പറയുന്നത്, കോഡ് ഗ്രീൻ അലേർട്ടഡ് എന്നാണ് പറയുന്നത്. കോഡ് ഗ്രീൻ എന്ന് പറയുന്നത് ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഇവാക്വേഷൻ പ്രോസസ് ചെയ്യണം അല്ലെ. എല്ലാവരും അവിടെ നിന്ന് ഒഴിപ്പിക്കണ്ടേ? നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാല് അവിടെ ആരൊക്കെ വരും? ഫസ്റ്റ് തന്നെ നമ്മ പറഞ്ഞു അല്ലെ, മീഡിയാസ് വരും അല്ലെ, പബ്ലിക് വരും അല്ലെ, എക്സ്ട്രാ വോളണ്ടിയേഴ്സ് വരില്ലേ, നമ്മ എക്സ്ട്രാ റിസർവ് സ്റ്റാഫുകൾ വരില്ലേ, ഒരുപാട് ആളുകൾ വരും. അപ്പൊ എല്ലാവരും പറയണം ഇവാക്വേഷൻ ആയിട്ടുണ്ട് അല്ലെ, ഡിസാസ്റ്ററിന്റെ പ്രവർത്തനങ്ങളെല്ലാം അവസാനിച്ചു. അപ്പൊ അതറിയുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്? കോഡ് ഗ്രീൻ അലേർട്ട് ചെയ്ത് കോഡ് ഗ്രീൻ വിളിച്ചു പറയുന്നു. കോഡ് ഗ്രീൻ അലേർട്ടഡ് എന്ന് വിളിച്ചു പറയുന്നു. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഓർ ഡിമൊബിലൈസേഷൻ ഫേസ്. നമ്മ പറഞ്ഞു ഓൾ ക്ലിയർ അനൗൺസ്മെന്റ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്യണം? ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യണം അല്ലെ, നിർജീവമാക്കണം അല്ലെ. ഡിസാസ്റ്ററുമായി ബന്ധപ്പെട്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഒക്കെ ഡീആക്ടിവേറ്റ് ചെയ്യണോ? അപ്പൊ ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഫേസ് ഓർ ഡിമൊബിലൈസേഷൻ ഫേസ് അല്ലെ, നിർജീവമാക്കൽ, സമാഹരിക്കൽ, നിർത്തല്. സിസ്റ്റം എന്നാണ് കൊടുത്തിരിക്കുന്നത്, സിസ്റ്റം എന്നാണ്, SYSTEM സിസ്റ്റം, പബ്ലിക് അഡ്രസ് സിസ്റ്റം. ഓക്കെ. നെക്സ്റ്റ് ഡിക്ലെയറിംഗ് ദ ഡിസാസ്റ്റർ ടു ബി ഓവർ. എന്താണ് അവർ ഡിക്ലെയർ ചെയ്യാണ് അല്ലെ, ഡിസാസ്റ്റർ അവസാനിച്ചു, ഓവർ ആയി അല്ലെ, ഡിസാസ്റ്റർ കഴിഞ്ഞതായി പ്രഖ്യാപിക്കുന്നു. The decision to deactivate the hospital emergency plan should be taken after exact evaluation of the situation by the incident commander or other hospital administration. The decision to deactivate അല്ലെ, ഹോസ്പിറ്റലില് എന്താണ് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യും? ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ എമർജൻസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്യുമല്ലോ, പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ആണോ? അവിടെ പൊതുവെ നടക്കുന്ന കാര്യങ്ങളാണ് അവർ ചെയ്യുന്നത് അല്ല, ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ആയിരിക്കും അവർ ആക്ടിവേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ ഡിസാസ്റ്റർ അവസാനിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇൻസിഡന്റ് കമാൻഡറോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്ററോ എന്ത് പറയുന്നുണ്ട്? ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ എമർജൻസി പ്ലാൻ ഡീആക്ടിവേറ്റ് ചെയ്യാനായി തീരുമാനമെടുക്കുന്നു, ഡിസിഷൻ എടുക്കുന്നു. The deactivation should not be too early, premature or too late. എന്താണ് നമ്മൾ ഈ ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്യുന്നത്? ഒരുപാട് നേരത്തെ, ഒരുപാട് താമസിച്ചാവാൻ പാടുണ്ടോ? ആ ഒരു കറക്റ്റ് ടൈമിൽ നമ്മൾ ചെയ്യണം അല്ലെ, ആണോ? ഡിസാസ്റ്ററിന്റെ ഡീആക്ടിവേഷൻ ഇപ്പൊ നേരത്തെ നമ്മൾ ഡീആക്ടിവേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? നേരത്തെ നമ്മൾ ഡീആക്ടിവേഷൻ ചെയ്തു, എന്താ സംഭവിക്കുക?
ചിലപ്പോ കുറെ പേഷ്യൻസിന് ട്രീറ്റ്മെന്റ് കിട്ടാതെ വരാം അല്ലെ? ആണോ? കുറെ പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് കിട്ടാതെ വരാം, അവർക്ക് കറക്റ്റ് രീതിയിൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ പറ്റാണ്ട് വരാം അല്ലെ? ഒരുപാട് പ്രശ്നങ്ങൾ വരാം. താമസിച്ചു വന്നാലോ, നമ്മ ടു ലേറ്റ് ആയിട്ടാണ്, ഒരുപാട് താമസിച്ചിട്ടാണ് ഡീആക്ടിവേഷൻ ആക്കിയതെങ്കിലോ അവർക്ക് ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നുണ്ടോ? ലോസ് ഉണ്ടാവുന്നുണ്ട് അല്ലെ? ലോസ് ഉണ്ടാവും. കൂടാതെ എന്താണ്, പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു കൃത്യത ഉണ്ടാവാതെ വരുന്നുണ്ട് അല്ലെ? ഒരുപാട് അപ്പൊ എന്താണ്, നമ്മുടെ ഡിസാസ്റ്റർ ഡീആക്ടിവേഷൻ ഒരുപാട് നേരത്തെയോ ഒരുപാട് താമസിച്ചോ ആവാൻ വേണ്ടില്ല. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റീആക്ടിവേറ്റ് ദ എമർജൻസി പ്ലാൻ വൺസ് ഇറ്റ് ഹാസ് ബീൻ ഡിക്ലെയർഡ് ഓവർ because staff tiredness starts, which is difficult to overcome. നമ്മുടെ ഡിസാസ്റ്റർ ഡീആക്ടിവേറ്റ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാഫ് എന്ത് ചെയ്യും? റിലാക്സ് ചെയ്യില്ലേ? അവർ അത്രയും നേരം ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലെ? മരിച്ച് അല്ലെ, ഒരു റെസ്റ്റ് ഇല്ലാണ്ട് ജോലി എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കോ? അപ്പൊ നമ്മൾ ഡീആക്ടിവേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അവരെന്ത് ചെയ്യും? ഒന്ന് അവരാ ടയേർഡ്നെസ് അല്ലെ, അവരാ ക്ഷീണം കുറയ്ക്കുന്നതിന് വേണ്ടി അവരൊന്ന് റിലാക്സ് ചെയ്യും. അപ്പൊ തന്നെ രണ്ടാമത് ഒന്നുകൂടി ആക്ടിവേറ്റ് ചെയ്താല് ആദ്യത്തെ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കോ? ഇല്ല. അപ്പൊ എന്താ, ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു റീആക്ടിവേറ്റ് ദ എമർജൻസി പ്ലാൻ. എന്താണ്, നമ്മൾ എമർജൻസി പ്ലാൻ സോറി കേട്ടോ. ഓക്കെ, നമ്മ ഡിസാസ്റ്റർ ആക്ടിവേഷൻ എമർജൻസി പ്ലാൻ ആക്ടിവേറ്റ് ചെയ്തിട്ട് രണ്ടാമത് റീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെ? എന്താണ്, നമുക്ക് അവിടുത്തെ സ്റ്റാഫുകളെ രണ്ടാമത് അവർ ടയേർഡ്നെസ് മാറ്റിയില്ലേ, രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ മിസ് നിങ്ങളുടെ അടുത്ത് പറയാണ്, മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തു കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഒരു 3 മിനിറ്റ് ഒരു 4 മിനിറ്റ് കഴിയുമ്പോ പറയാണ്, ഇല്ല ഒരു സെക്ഷനും കൂടി എടുക്കട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റോ? ചിലപ്പോ നിങ്ങളിൽ പലരും ലെഫ്റ്റ് ആയിട്ടുണ്ടാവും അല്ലെ? പലരും ക്ലാസ്സിൽ നിന്ന് ലെഫ്റ്റ് ആയി പോയിട്ടുണ്ടാവും അല്ലെ? ചിലര് ബുക്ക് എടുത്ത് വെച്ചിട്ടുണ്ടാവും, ബുക്കും പേനയൊക്കെ എടുത്ത് വെച്ച് പോയിട്ടുണ്ടാവും അവിടെ നിന്ന് എണീച്ച്. അപ്പൊ ഒരു ചെറിയൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞാണ്. അപ്പൊ നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാൻ ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് രണ്ടാമത് റീആക്ടിവേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ക്ലിയർ ആയോ മിസ്? എടുക്കുന്ന ഇന്നത്തെ ഭാഗമൊക്കെ ആയോ? നോമ്പായിരുന്നു കേട്ടോ, ക്ലാസ്സിൽ കുറച്ച് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, സോറി കേട്ടോ. മിസ്സിന് നോമ്പായ കാരണമാണ്. ഓക്കെ, അപ്പൊ മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കി എടുക്കാം. ക്ലിയർ ആവുന്നില്ലേ ഈ ചാപ്റ്റർ? കുഴപ്പമില്ലല്ലോ, ഓക്കെ അല്ലേ എല്ലാവർക്കും? ഓക്കെ, താങ്ക് യു ഓൾ.